ഇപ്പോൾ ലിജോചേട്ടൻ തന്നെ പറഞ്ഞു ലാലേട്ടൻ്റെ കൂടെ ലാലേട്ടൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആണെന്ന്. അപ്പോൾ എത്ര വർഷമായി ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 2006 മുതലാണ് ലാൽ സാറിൻ്റെ കൂടെ. അതിനു മുമ്പ് ഞാൻ ലാൽ സാറിൻ്റെ പടങ്ങൾ ഞാൻ മേക്കപ്പ് അസിസ്റ്റൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചീഫ് മോഹൻദാസ് ഏട്ടൻ മരിച്ചുപോയി. പിന്നെ ജ്യോതി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ലാൽ സാറിൻ്റെ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെ. ആൾ മരിച്ചുപോയി. പിന്നെ PN മണി എന്ന് പറഞ്ഞ മണിമാമയുണ്ട്. ഇപ്പോഴും നമ്മൾ എൻ്റെ ഗുരുവാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പം മണിമാമൻ്റെ കൂടെ ബാബാ കല്യാണം എന്ന് പറഞ്ഞ സിനിമ ഞാൻ അസിസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ലാൽ സാറിൻ്റെ കൂടെ ഇങ്ങനെ ആദ്യമായിട്ട് അടുത്ത പടം മുതൽ തന്നെ എന്നെ അതിൽ ലാൽ സാറിൻ്റെ കോസ്റ്റ്യൂമർ മുരളിച്ചേട്ടനാണ് എന്നെ അതിൽ ഇങ്ങനെ പറയണത്, ഇങ്ങനെ നിന്നെ ഇങ്ങനെ സാറ് അടുത്ത പടം തൊട്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയ നമുക്ക് എന്താ കിട്ടാൻ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ്. അത് കഴിഞ്ഞ് ഇതുവരെ സാറിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ജോലി ചെയ്യണം, അത് യാത്ര ചെയ്യണം. ഇപ്പോൾ ലിജോചേട്ടൻ തന്നെ പറഞ്ഞു ലാലേട്ടൻ്റെ കൂടെ ലാലേട്ടൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആണെന്ന്. അപ്പോൾ എത്ര വർഷമായി ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 2006 മുതലാണ് ലാൽ സാറിൻ്റെ കൂടെ. അതിനു മുമ്പ് ഞാൻ ലാൽ സാറിൻ്റെ പടങ്ങൾ ഞാൻ മേക്കപ്പ് അസിസ്റ്റൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചീഫ് മോഹൻദാസ് ഏട്ടൻ മരിച്ചുപോയി. പിന്നെ ജ്യോതി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ലാൽ സാറിൻ്റെ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെ. ആൾ മരിച്ചുപോയി. പിന്നെ PN മണി എന്ന് പറഞ്ഞ മണിമാമയുണ്ട്. ഇപ്പോഴും നമ്മൾ എൻ്റെ ഗുരുവാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പം മണിമാമൻ്റെ കൂടെ ബാബാ കല്യാണം എന്ന് പറഞ്ഞ സിനിമ ഞാൻ അസിസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ലാൽ സാറിൻ്റെ കൂടെ ഇങ്ങനെ ആദ്യമായിട്ട് അടുത്ത പടം മുതൽ തന്നെ എന്നെ അതിൽ ലാൽ സാറിൻ്റെ കോസ്റ്റ്യൂമർ മുരളിച്ചേട്ടനാണ് എന്നെ അതിൽ ഇങ്ങനെ പറയണത്, ഇങ്ങനെ നിന്നെ ഇങ്ങനെ സാറ് അടുത്ത പടം തൊട്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയ നമുക്ക് എന്താ കിട്ടാൻ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ്. അത് കഴിഞ്ഞ് ഇതുവരെ സാറിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ജോലി ചെയ്യണം, അത് യാത്ര ചെയ്യണം.